നമുക്ക് കിളിമീൻ ഫ്രൈയുടെ വീഡിയോ കണ്ടാലോ? വാ നോക്കാം. നേരെ മാർക്കറ്റിൽ പോയി കണ്ടില്ലേ പലതരം മീനുകൾ കിടക്കുന്നു. നമ്മളതിൽ നിന്ന് കിളിമീനാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ. പിന്നെ കറി വെക്കാൻ ഒരു മങ്കടയും മേടിച്ചിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് നമ്മളെ കഴുകാൻ തന്നെ നമുക്ക് വൃത്തിയായി കഴുകണം. ഉപ്പിട്ട് കഴുകുന്ന വെച്ചാൽ നല്ല രീതിയിൽ വൃത്തിയാക്കണം. ഞാൻ ഉപ്പിട്ട് കഴുകുന്നത് കേട്ടോ. എനിക്കറിയാമല്ലോ ഉപ്പിട്ട് കഴുകുമ്പോൾ ഒന്നുകൂടെ മീനിൻ്റെ അഴുക്കെല്ലാം പോയി വൃത്തിയാകും. ശേഷം നമുക്ക് ഒന്നുകൂടെ കഴുകുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കഴുകാം. ശേഷം നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് കഴുകി മാറ്റി വെക്കുന്നു. ശേഷം നമ്മൾ ചട്ടിയിലാക്കിയ മീനിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. ശേഷമാണ് നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. മീനിൻ്റെ ദേഹത്തെല്ലാം നമുക്ക് അവനെ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ എല്ലാ ഭാഗവും നല്ല രീതിയിൽ അതിൻ്റെ മസാല പിടിച്ച് വെക്കും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. 5 മിനിറ്റ് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. മസാലയെല്ലാം തേച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ വറക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റാം. കഴുകി നമ്മൾ എല്ലാ മീനെ കഴുകി മാറ്റി അടുപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല ഫ്രൈ ആയി സെറ്റായിക്കൊണ്ടിരിക്കുക. ഒഴിയട്ടെ. വാങ്ങാം. ആദ്യത്തെ സെറ്റ് മീനിൻ്റെ ഒരു വശമായിട്ട് നമുക്കിത് മറച്ചിടാം. ഇത്തിരി കരിവേപ്പില ഇടുന്നത് നല്ലതാണ് കേട്ടോ. നമുക്കൊരു ടേസ്റ്റ് കിട്ടും, വേറൊരു ടേസ്റ്റ് വരും. ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ട് എന്നിട്ട് വാങ്ങാം. നമുക്കിനി പയ്യനെ വാങ്ങാം. ഒരു വശമായിട്ടുണ്ട്. താങ്ക് യു.